പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികർ പ്രകൃതിയിലെ ഓരോ വസ്തുവിലും അദൃശ്യമായ ഊർജ്ജമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ്. കേവലം ഒരു രുചിക്കൂട്ട് എന്നതിലുപരി ഭാരതീയ സംസ്കാരത്തിലും പ്രത്യേകിച്ച് കേരളീയ പാരമ്പര്യത്തിലും ഉപ്പ് ഒരു മഹാ ഔഷധവും അതീന്ദ്രിയ ശക്തിയുള്ള ഒരു ശുദ്ധീകരണ ഉപാധിയും ആണ്. കേരളത്തിലെ തറവാടുകളിലും പഴയകാല വീടുകളിലും ഉപ്പിനെ മഹാലക്ഷ്മിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പിനെ അനാദരിക്കാനോ പാഴാക്കാനോ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം പഴമക്കാർ നൽകാറുണ്ട്. കടലിൽ നിന്ന് ഉദ്ഭവിക്കുന്നത് കൊണ്ട് ഉപ്പിന് ജലത്തിന്റെ ശുദ്ധീകരണ സ്വഭാവവും ഭൂമിയുടെ സ്ഥിരതയുമുണ്ട്. നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാനുള്ള ഇതിന്റെ കഴിവ് സമാനതകളില്ലാത്തതാണ്. വീടുകളിൽ ഉപ്പ് നിറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ഭദ്രതയുടെയും ഐശ്വര്യത്തിന്റെയും ലക്ഷണമായി കരുതപ്പെടുന്നു. ഗൃഹപ്രവേശന സമയത്ത് ആദ്യം അകത്തേക്ക് കയറ്റുന്ന വസ്തുക്കളിൽ ഉപ്പിന് പ്രഥമ സ്ഥാനം നൽകുന്നത് ഇതുകൊണ്ടാണ്. വാസ്തുശാസ്ത്രപ്രകാരം വീടിനുള്ളിലെ ദൃഷ്ടിദോഷം, വാസ്തുദോഷം എന്നിവ മാറ്റാൻ ഉപ്പിനോളം ഫലപ്രദമായ മറ്റൊരു വസ്തുവില്ല. വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പ് ചേർക്കുക. ഇത് വീട്ടിലെ ദുർമന്ത്രവാദ ദോഷങ്ങളും കന്നേറുകളും അകറ്റാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വീടിന്റെ 4 കോണുകളിലായി ചെറിയ പാത്രങ്ങളിൽ കല്ലുപ്പ് നിറച്ചു വെക്കുക. ആഴ്ചയിലൊരിക്കൽ ഈ ഉപ്പ് മാറ്റി പുതിയത് വെക്കുന്നത് അന്തരീക്ഷത്തിലെ വിഷാദവും തടസ്സങ്ങളും നീക്കാൻ സഹായിക്കും. കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കുന്നത് ശരീരത്തിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ആയുർവേദത്തിലും ലവണ സ്നാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. സംസ്കരിച്ച പൊടിയുപ്പിനേക്കാൾ ഗുണം കല്ലുപ്പിനാണ്. ഉപയോഗിച്ച ഉപ്പ് ഒരിക്കലും ഭക്ഷണത്തിൽ ഉപയോഗിക്കരുത്. ശുദ്ധീകരണത്തിന് ശേഷം അത് ഒഴുക്കിക്കളയുകയോ മണ്ണിൽ കുഴിച്ചിടുകയോ ചെയ്യുക. വീടിന്റെ നിർമ്മാണത്തിലോ സ്ഥാനത്തിലോ ഉള്ള പോരായ്മകൾ മൂലം ഉണ്ടാകുന്ന വാസ്തുദോഷം കുറയ്ക്കാൻ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. വാസ്തുപ്രകാരം നെഗറ്റീവ് ഊർജ്ജം ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെടുന്നത് ബാത്റൂമുകളിൽ നിന്നാണ്. ഒരു ചെറിയ ഗ്ലാസ് പാത്രത്തിൽ കല്ലുപ്പ് നിറച്ച് ബാത്റൂമിന്റെ ഒരു മൂലയിൽ വെക്കുക. ഇത് വായുവിലെ ഈർപ്പവും ഒപ്പം അശുദ്ധമായ ഊർജ്ജവും വലിച്ചെടുക്കും. ഉപ്പ് നനയുമ്പോൾ അത് മാറ്റി പുതിയത് വെക്കണം. വീടിന്റെ പ്രധാന വാതിലിനു മുകളിൽ ഒരു ചുവന്ന തുണിയിൽ കല്ലുപ്പ് കെട്ടി തൂക്കുന്നത് പുറത്തുനിന്നുള്ള മോശം ദൃഷ്ടികൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഉപ്പ് ശരിയായ രീതിയിൽ സൂക്ഷിക്കുന്നത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ സ്റ്റീൽ പാത്രങ്ങളിലോ സൂക്ഷിക്കരുത്. സെറാമിക്, ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നതാണ് ഉത്തമം. ഉപ്പ് സൂക്ഷിക്കുന്ന ഭരണിക്കുള്ളിൽ 2-3 ഗ്രാമ്പൂ ഇട്ടുവെക്കുന്നത് വീട്ടിൽ പണം നിലനിൽക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇത് ലക്ഷ്മി, കുബേര പ്രീതിക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നു. വീട്ടിൽ ആരെങ്കിലും വിട്ടുമാറാത്ത അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ രോഗിയുടെ കിടക്കയ്ക്ക് താഴെ ഒരു ഗ്ലാസ് പാത്രത്തിൽ ഉപ്പ് വെക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ഉപ്പ് ആരും ചവിട്ടാത്ത ഇടത്ത് കളയുക. രോഗിയുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന അനാവശ്യ ഭാരങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഉപ്പ് ഒരിക്കലും മറ്റൊരാളുടെ കൈയിലേക്ക് നേരിട്ട് കൊടുക്കരുത്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. ഇത് കൊടുക്കുന്ന ആൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് പഴമക്കാർ പറയും. പകരം പാത്രം താഴെ വെച്ച് അവർ എടുക്കട്ടെ എന്ന് വെക്കുക. കാലത്ത് സന്ധ്യാസമയത്ത് ഉപ്പ് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ വിലക്കുണ്ടായിരുന്നു. അത് വീടിന്റെ ഐശ്വര്യം കളയുമെന്നായിരുന്നു വിശ്വാസം.
വീടിന്റെ മൂലകളിൽ വെച്ചിരിക്കുന്ന ഉപ്പ് കറുത്ത നിറമാവുകയോ വെള്ളം പോലെ ഉരുകുകയോ ചെയ്താൽ അത് ഉടൻ മാറ്റണം. അതിനർത്ഥം അത് പരമാവധി നെഗറ്റീവ് ഊർജം വലിച്ചെടുത്തു എന്നാണ്. ആത്മീയ ശുദ്ധീകരണത്തിന് സാധാരണ ഉപ്പിനേക്കാൾ കൂടുതൽ ഫലപ്രദം കടൽ ഉപ്പും അതുപോലെ ഹിമാലയൻ പിങ്ക് സാൾട്ടുമാണ്. ഇത് മുറിക്കുള്ളിൽ വെക്കുന്നത് വായുവിലെ അയോണുകളെ ബാലൻസ് ചെയ്യാനും ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും സഹായിക്കും. ഹിമാലയൻ സാൾട്ട് ലാമ്പുകൾ ഇന്ന് വീടുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. ജ്യോതിഷപ്രകാരം ഉപ്പിന് ശനി ഗ്രഹവുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. ശനിദോഷം മൂലമുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ ശനിയാഴ്ചകളിൽ ഉപ്പ് ദാനം ചെയ്യുന്നത് നല്ലതാണെന്ന് ചില വിശ്വാസങ്ങളുണ്ട്. കൂടാതെ പാദരക്ഷകൾ വീടിനുള്ളിൽ കടത്താതെ നോക്കുന്നതും ഉപ്പുവെള്ളത്തിൽ കാലുകൾ കഴുകുന്നതും ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മനസ്സിൽ അനാവശ്യ ഭയമോ പേടിസ്വപ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇനി പറയുന്നവ പരീക്ഷിക്കാം. രാത്രി പേടിസ്വപ്നങ്ങൾ കാണുന്നവർ ഒരു ചെറിയ തുണിയിൽ കല്ലുപ്പ് കെട്ടി തലയിണയുടെ അടിയിൽ വെക്കുന്നത് നെഗറ്റീവ് ചിന്തകളെ തടയാൻ സഹായിക്കും. ഒരാളുടെ ഓറ അഥവാ പ്രഭാവലയം ശുദ്ധീകരിക്കാൻ കുളിക്കുന്നതിനു മുൻപ് അല്പം ഉപ്പ് എടുത്ത് ശരീരത്തിനു ചുറ്റും വായുവിൽ ഒഴിഞ്ഞു കളയുന്നത് ഊർജ്ജസ്വലത നൽകും. ആത്മീയ ശാസ്ത്രമനുസരിച്ച് ഉപ്പ് രാഹുവിനെയും ഗ്ലാസ് ചില്ല് ശുക്രനെയും പ്രതിനിധീകരിക്കുന്നു. ഗ്ലാസ് പാത്രത്തിൽ ഉപ്പ് നിറച്ചു വെക്കുന്നത് രാഹു ശുക്ര സംഗമമായി കണക്കാക്കുന്നു. ഇത് കുടുംബബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ കുറയ്ക്കാനും ദാമ്പത്യ സുഖം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. അടുക്കളയിൽ ഉപ്പ് വയ്ക്കുന്ന പാത്രം എപ്പോഴും വൃത്തിയുള്ളതാകണം. അടുപ്പിന് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോവിന് തൊട്ടടുത്ത് ഉപ്പ് വയ്ക്കുന്നത് ഒഴിവാക്കുക. ഇത് അഗ്നിയും ജലാംശവും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാകുമെന്നും കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുമെന്നും പഴമക്കാർ കരുതിയിരുന്നു. പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ഗൃഹപ്രവേശം ആദ്യം അകത്തേക്ക് കയറ്റുന്ന സാധനങ്ങളിൽ ഉപ്പും മുളകും ഉൾപ്പെടുത്തുന്നത് ഐശ്വര്യത്തിന് കാരണമാകുന്നു. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികളുടെ മോശം ചിന്തകൾ വീട്ടിലെ സമാധാനം കളയാറുണ്ട്. അനാവശ്യമായ തർക്കങ്ങളോ നെഗറ്റീവ് സംസാരങ്ങളോ നടത്തിയ ഒരു വ്യക്തി വീട്ടിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വ്യക്തി ഇരുന്ന ഭാഗത്ത് അല്പം ഉപ്പുവെള്ളം തളിക്കുകയോ തറ തുടയ്ക്കുകയോ ചെയ്യുന്നത് ആ നെഗറ്റീവ് ഊർജം അവിടെ തങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പ് എടുത്ത് അതിനു മുകളിൽ 2 കഷ്ണം പച്ചക്കർപ്പൂരം വെക്കുക. ഇത് മുറിയുടെ മൂലയിൽ വെക്കുന്നത് വായുവിലെ അദൃശ്യമായ അശുദ്ധി നീക്കാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റാനും സഹായിക്കും. കർപ്പൂരത്തിന്റെ മണം ഉപ്പിന്റെ ശുദ്ധീകരണ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. അടുക്കള വീടിന്റെ മധ്യഭാഗം അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രം ആയതുകൊണ്ട് അവിടെ ഉപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധയോടെ വേണം. ഒരിക്കലും ഉപ്പ് പാത്രം പൂർണ്ണമായും കാലിയാകാൻ അനുവദിക്കരുത്. ഉപ്പ് തീരുന്നതിന് മുൻപേ പുതിയത് നിറയ്ക്കുന്നത് വീട്ടിലെ അന്നത്തിന് ഭക്ഷണം മുട്ടുണ്ടാകില്ല എന്ന വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഉപ്പ് എപ്പോഴും വലതു കൈ കൊണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് പോസിറ്റീവ് എനർജി പ്രവഹിക്കാൻ സഹായിക്കുന്നു. ചെറിയ കുട്ടികൾ അകാരണമായി കരയുകയോ രാത്രി പേടിച്ചു ഉണരുകയോ ചെയ്താൽ ഒരു ചെറിയ കഷ്ണം കല്ലുപ്പ് കുട്ടിയുടെ തലയ്ക്ക് ചുറ്റും 3 തവണ ഒഴിഞ്ഞ് ദൂരേക്ക് എറിഞ്ഞു കളയുന്നത് അവരുടെ പേടി മാറ്റാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ഇത് കുട്ടിയുടെ പ്രഭാവലയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു നാട്ടുവിദ്യയാണ്. ജോലിയിൽ തുടർച്ചയായി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ഒരു തൂവാലയിൽ അല്പം കല്ലുപ്പ് കെട്ടി നിങ്ങളുടെ ജോലി സ്ഥലത്തെ ഡ്രോയറിലോ ബാഗിലോ വെക്കുക. ഇത് ചുറ്റുമുള്ള അസൂയ, മത്സരബുദ്ധി എന്നിവയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. മാസത്തിലൊരിക്കൽ ഈ ഉപ്പ് മാറ്റാൻ മറക്കരുത്. ആത്മീയ ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ച ഉപ്പ് ഒരിക്കലും മഴവെള്ളം വീഴുന്ന സ്ഥലത്തോ ചെടികളുടെ ചുവട്ടിലോ കളയരുത്. അത് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്.
ചെടികൾക്ക് ഉപ്പ് ദോഷം ചെയ്യും എന്ന പ്രായോഗിക വശം കൂടി ഇതിനുണ്ട്. ഒരു ഗ്ലാസ് പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ ഒരു പിടി കല്ലുപ്പും ഒരു മുഴുവൻ നാരങ്ങയും ഇടുക. ഇത് വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ പ്രധാന ഭാഗത്ത് വെക്കുക. നാരങ്ങ നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കുമ്പോൾ ഉപ്പ് അതിനെ നിർവീര്യമാക്കുന്നു. വെള്ളത്തിലെ നാരങ്ങ താഴ്ന്നു പോവുകയോ ചീഞ്ഞൊഴുകുകയോ ചെയ്താൽ അത് ഉടൻ മാറ്റി പുതിയത് വെക്കണം. ഇത് കണ്ണേർ തടയാൻ അതിശക്തമാണ്. ശാരീരികമായി വളരെ തളർച്ചയോ മാനസികമായി വലിയ ഭാരമോ തോന്നുമ്പോൾ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പിട്ട് കുളിക്കുക. ഇതിനെ ലവണ സ്നാനം എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള നെഗറ്റീവ് പ്രഭാവലയത്തെ കഴുകിക്കളയാൻ ഇത് സഹായിക്കും. എന്നാൽ ഇത് ദിവസവും ചെയ്യുന്നത് ചർമ്മത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ മാത്രം ചെയ്യുക. വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അനാവശ്യമായ തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കിടപ്പുമുറിയുടെ ഒരു മൂലയിൽ ഒരു ചെറിയ ഗ്ലാസ് പാത്രത്തിൽ കല്ലുപ്പ് വെക്കുക. ഇത് ദമ്പതികൾക്കിടയിലെ നെഗറ്റീവ് ചിന്തകളെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു മാസത്തിനു ശേഷം ഈ ഉപ്പ് മാറ്റണം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർക്കുക. കൂടാതെ വെള്ളിയാഴ്ചകളിൽ ഉപ്പ് വാങ്ങുന്നത് മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. വീട്ടിലെ ഉപ്പ് പാത്രം ഒരിക്കലും വെള്ളിയാഴ്ചകളിൽ കാലിയായി കിടക്കരുത്. ഉപ്പ് നിലത്ത് വീഴുന്നത് ലക്ഷ്മി ദേവിയെ അപമാനിക്കുന്നതിന് തുല്യമായി കരുതുന്നു. അബദ്ധവശാൽ വീണാൽ അത് ഉടൻ വെള്ളമൊഴിച്ച് കഴുകിക്കളയണം. ഉപ്പ് എപ്പോഴും മൺപാത്രത്തിലോ ഭരണി ചില്ല് പാത്രത്തിലോ സൂക്ഷിക്കുക. ലോഹപാത്രങ്ങൾ ഉപ്പുമായി പ്രതിപ്രവർത്തിച്ച് തുരുമ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് ഒഴിവാക്കണം. വീടിന്റെ 4 മൂലകൾ, ഈശാനകോൺ, അഗ്നികോൺ, നിര്യതികോൺ, വായുകോൺ കൃത്യമായി ശുദ്ധീകരിക്കാൻ ഉപ്പിന് കഴിയും. വീട് പണിയുമ്പോൾ തറക്കല്ലിടുന്ന സമയത്ത് ചിലർ കല്ലുപ്പ് അടിയിൽ വിതറാറുണ്ട്. ഇതിനകം താമസിക്കുന്ന വീടാണെങ്കിൽ മാസത്തിലൊരിക്കൽ വീടിന്റെ 4 കോണുകളിലും ഓരോന്നുള്ള കല്ലുപ്പ് വിതറി 24 മണിക്കൂർ കഴിഞ്ഞ് അത് തൂത്തുവാരി ദൂരെ കളയുക. ഇത് ആ മൂലകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്റ്റാഗ്നന്റ് എനർജി അഥവാ ചലനമില്ലാത്ത ഊർജ്ജത്തെ പുറന്തള്ളും. ഭൂമിയിലേക്ക് നെഗറ്റീവ് ഊർജ്ജത്തെ ഒഴുക്കിവിടാൻ ഉപ്പിന് കഴിയും. ഉപ്പ് കടലിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് അനന്തതയെ സൂചിപ്പിക്കുന്നു. ചില ആചാരങ്ങളിൽ പരേതാത്മാക്കൾക്ക് നൽകുന്ന ബലിതർപ്പണത്തിനു ശേഷം കൈകൾ ഉപ്പിട്ട് കഴുകുന്ന രീതിയുണ്ട്. ഇത് പരേതാലോകത്തെ ഊർജ്ജം നമ്മളിൽ തങ്ങിനിൽക്കാതിരിക്കാനാണ് ചെയ്യുന്നത്. ഉപ്പ് ഒരിക്കലും കടമായി വാങ്ങരുത്. കടം വാങ്ങിയ ഉപ്പ് ഉപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ കർമ്മദോഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നു. പകരം പണം കൊടുത്തു തന്നെ വാങ്ങുക. ഇരുമ്പ് പാത്രത്തിൽ ഉപ്പ് വെക്കുന്നത് ശനിയും ചൊവ്വയും തമ്മിലുള്ള സംഘർഷത്തെ സൂചിപ്പിക്കുന്നു. ലോഹം ചൊവ്വയും ഉപ്പ് ശനിയും. ഇത് വീട്ടിൽ കലഹമുണ്ടാക്കും. എപ്പോഴും ഗ്ലാസ് അല്ലെങ്കിൽ സെറാമിക് തന്നെ ഉപയോഗിക്കുക. ഒരാളുടെ ശരീരത്തിൽ അമിതമായ വാതദോഷം, ഉത്കണ്ഠ, അസ്വസ്ഥത ഉണ്ടെങ്കിൽ കല്ലുപ്പ് കിഴി കെട്ടി ചൂടാക്കി ശരീരത്തിൽ വയ്ക്കുന്നത് ഭൗതികമായ വേദനകൾ മാത്രമല്ല, ആത്മീയമായ അസ്വസ്ഥതകളും മാറ്റാൻ സഹായിക്കും. ഇത് മനസ്സിനെ ഭൂമിയിലേക്ക് അടുപ്പിക്കുന്നു. വളരെ അപൂർവമായി മാത്രം ചെയ്യുന്ന ഒരു രീതിയാണിത്. വീടിനുള്ളിൽ അതിശക്തമായ നെഗറ്റീവ് സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാറുണ്ട്. ഒരു ചെറിയ മൺപാത്രത്തിൽ കല്ലുപ്പ് നിറയ്ക്കുക. അതിന് നടുവിലായി ഒരു ചെറിയ മൺചിരാത് വെച്ച് നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുക. ഉപ്പ് നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കുമ്പോൾ അഗ്നി അതിനെ ദഹിപ്പിച്ചു കളയുന്നു. ഇത് വീടിന്റെ മധ്യഭാഗത്ത് ബ്രഹ്മസ്ഥാനം വെക്കുന്നത് വീടിന്റെ മൊത്തത്തിലുള്ള പ്രഭാവലയം വർദ്ധിപ്പിക്കും.
സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പഴയ തറവാടുകളിൽ ചെയ്തിരുന്ന ഒരു രഹസ്യ രീതിയാണിത്. അതായത്, ഒരു വലിയ ഭരണിയുടെ ഏറ്റവും അടിയിൽ കല്ലുപ്പ് വിരിക്കുക. അതിനു മുകളിൽ നെല്ല്, അതിനു മുകളിൽ നാണയങ്ങൾ എന്നിങ്ങനെ അടുക്കുകളായി വെക്കുക. ഉപ്പ് പൃഥ്വി, ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ അത് സമ്പത്തിനെ തടഞ്ഞു നിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉപ്പ് തറയിൽ വീണാൽ അത് തൂത്തുവാരി ചപ്പുകുപ്പയിൽ ഇടരുത്. അത് ലക്ഷ്മി നിന്ദയായി കണക്കാക്കപ്പെടുന്നു. പകരം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് കളയുക. ഉപ്പില്ലാത്ത കഞ്ഞി എന്ന പ്രയോഗം പോലെ ജീവിതത്തിന്റെ സാരമാണ് ഉപ്പ്. ഭക്ഷണത്തിൽ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞ് പരിഭവിക്കുന്നത് അന്നപൂർണേശ്വരിയെ വേദനിപ്പിക്കുമെന്നാണ് വിശ്വാസം. ഉപ്പ് വെറുമൊരു രുചിക്കൂട്ടല്ല, മറിച്ച് പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും വലിയ എനർജി ഫിൽട്ടർ ആണ്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിലും പ്രായോഗികമായി നമ്മുടെ ചുറ്റുപാടിലെ വായുവിനെയും ഊർജ്ജത്തെയും ശുദ്ധീകരിക്കാൻ ഉപ്പിന് പ്രത്യേക കഴിവുണ്ട്. വാസ്തുപ്രകാരം വീടിന്റെ നടുഭാഗം എപ്പോഴും ശൂന്യവും ശുദ്ധവുമായിരിക്കണം. വീടിന്റെ നടുവിൽ ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാത്രി മുഴുവൻ ഒരു പാത്രത്തിൽ ഉപ്പ് വെക്കുക. പിറ്റേന്ന് രാവിലെ ആ ഉപ്പ് ആരും കാണാതെ ഒഴുക്കിക്കളയുക. ഇത് വീടിന്റെ ഹൃദയമിടിപ്പ് അഥവാ ഊർജ്ജപ്രവാഹം സുഗമമാക്കും. ഒരിക്കലും ഉപ്പ് പാത്രം തുറന്നുവെക്കരുത്. അത് വായുവിലെ ഈർപ്പം വലിച്ചെടുക്കുന്നത് പോലെ തന്നെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയും വേഗത്തിൽ വലിച്ചെടുക്കും. ആവശ്യം കഴിഞ്ഞാലുടൻ പാത്രം അടച്ചുവെക്കുക. ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ച ഉപ്പ് ഒരിക്കലും വെറും കൈകൊണ്ട് സ്പർശിക്കരുത്. അത് ഒരു സ്പൂൺ ഉപയോഗിച്ചോ പാത്രത്തോടെയോ എടുത്തു കളയുക. കാരണം ആ ഉപ്പിൽ നിങ്ങളുടെ ചുറ്റുപാടിലെ മോശം ഊർജ്ജം ആഗിരണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ആത്മീയമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിനും ഉദ്ദേശ്യത്തിനും വലിയ സ്ഥാനമുണ്ട്. ഉപ്പ് വെക്കുമ്പോൾ എന്റെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ഊർജ്ജവും ഇതിലേക്ക് ആഗിരണം ചെയ്യപ്പെടട്ടെ എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നത് അതിന്റെ ഫലം വർദ്ധിപ്പിക്കും. മുഖത്തു നോക്കി ചിരിക്കുകയും പിന്നിൽ നിന്ന് ദോഷം ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് രക്ഷ നേടാൻ വീടിന്റെ പ്രധാന വാതിലിന്റെ പടിക്ക് താഴെയായി ചവിട്ടാത്ത രീതിയിൽ അല്പം കല്ലുപ്പ് വിതറുകയോ ഒരു ചെറിയ പൊതിയായി വെക്കുകയോ ചെയ്യുക. ദുരുദ്ദേശത്തോടെ വരുന്ന ഒരാൾ ഈ ഉപ്പിന് മുകളിലൂടെയോ അടുത്തുകൂടിയോ കടന്നുവരുമ്പോൾ അവരുടെ നെഗറ്റീവ് ചിന്തകളുടെ തീവ്രത കുറയുമെന്ന് പറയപ്പെടുന്നു. ഉപ്പ് ഭരണി എപ്പോഴും ഒരു തടിപ്പലകയിലോ ഉറിയിലോ വയ്ക്കുന്നത് നല്ലതാണ്. ഉപ്പ് ഭൂമിയിൽ നേരിട്ട് തൊട്ടിരിക്കുന്നത് ഊർജ്ജം ഭൂമിയിലേക്ക് ചോർന്നുപോകാൻ കാരണമാകുമെന്ന വിശ്വാസമുണ്ട്. പുതിയ ഉപ്പ് വാങ്ങുമ്പോൾ ആദ്യം അതിൽ നിന്ന് ഒരു നുള്ള് എടുത്ത് തീയിലിടുന്നത് അഗ്നിശുദ്ധി, കുടുംബത്തിലെ ഐശ്വര്യം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്വർണ്ണാഭരണങ്ങൾ വൃത്തിയാക്കാൻ ഒരിക്കലും ഉപ്പുവെള്ളം ഉപയോഗിക്കരുത്. ആത്മീയമായി ഇത് ലക്ഷ്മി ദേവിയെ കോപിപ്പിക്കുമെന്ന് കരുതപ്പെടുന്നു. ഭക്ഷണത്തിൽ ഉപ്പ് അധികമായാൽ ദേഷ്യപ്പെടരുത്. അത് ആഹാരത്തോടുള്ള അനാദരവാണ്. അല്പം വെള്ളം ചേർത്ത് അത് ക്രമീകരിക്കുക. ഉപ്പ് നിങ്ങളുടെ ജീവിതത്തിലെ കയ്പും മധുരവും ബാലൻസ് ചെയ്യുന്ന ഘടകമാണ്. നമ്മുടെ പൂർവികർ പകർന്നു നൽകിയ ഈ അറിവുകൾ കേവലം വിശ്വാസങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രകൃതിയിലെ ഊർജ്ജത്തെ എങ്ങനെ നമുക്ക് അനുകൂലമായി മാറ്റാം എന്നതിന്റെ പരീക്ഷണങ്ങൾ കൂടിയാണ്. ഉപ്പ് എന്ന ലളിതമായ പദാർത്ഥത്തിലൂടെ വീടിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിയുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആധുനിക ശാസ്ത്രം ഉപ്പിനെ സോഡിയം ക്ലോറൈഡ് എന്ന് വിളിക്കുമ്പോൾ ആത്മീയ ശാസ്ത്രം അതിനെ ലവണം അഥവാ ജീവിതത്തിന്റെ സാരമായി കാണുന്നു. വിശ്വാസത്തോടും കൃത്യമായ ചിട്ടകളോടും കൂടി ഉപ്പിനെ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നത് വഴി ചുറ്റുപാടിലെ തടസ്സങ്ങൾ നീക്കി ഐശ്വര്യപൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും.
ഉപ്പിന്റെ ആത്മീയ വശങ്ങളെക്കുറിച്ചുള്ള ഈ സമഗ്രമായ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നെഗറ്റിവിറ്റിയും മാറി ഐശ്വര്യം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനർജി ക്ലെൻസ് എന്ന് താഴെ കമന്റ് ചെയ്ത് ഈ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യൂ. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.